ഫ്ലിൻറ്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറ്റവും ഒടുവിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു വിവരമനുസരിച്ച് വളരെ നാളുകൾ കാത്തിരുന്ന തിരുവനന്തപുരത്തെ മേയർ ശ്രീമതി ആർ ശ്രീലേഖയായിരിക്കും എന്നുള്ളതാണ്. BJP ശ്രീലേഖയുടെ പേര് ഏതാണ്ട് തീരുമാനിച്ചു കഴിഞ്ഞു. വളരെ താമസിയാതെ തന്നെ 2 ദിവസത്തിനകത്ത് പ്രഖ്യാപിച്ചേ പറ്റൂ. 27-ാം തീയതി മേയർ സ്ഥാനം ഏറ്റെടുക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ആർ ശ്രീലേഖ എന്നൊരു ചോദ്യമുണ്ട്. ശ്രീലേഖ സമീപകാലത്താണ് BJPയിലേക്ക് വന്നത്. പക്ഷേ കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസറായിരുന്നു അവർ. രാജ്യത്തെ ആദ്യത്തെ വനിതാ IPS ഓഫീസറായ കിരൺ ബേദി നമുക്കറിയാം BJPയുടെ സഹയാത്രികയായി പിന്നെ ചേരുകയും അവർ ഗവർണറാവുകയൊക്കെ ചെയ്തു. ഇവിടെ ശ്രീലേഖ വരുന്നത് വളരെ കാലമായി ഇവിടെ പോരാടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സമരരംഗത്തുള്ള അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുള്ള 2-3 നേതാക്കളെ പിന്തള്ളിക്കൊണ്ടാണ്. അതെന്തുമായിക്കോട്ടെ, പക്ഷേ BJP എപ്പോഴും പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു പാർട്ടിയാണെന്ന് നമുക്കറിയാം. രാജ്യത്ത് പലയിടത്തും അവർ പല പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും അവസാനം അവർ ആ പരീക്ഷണം ശ്രീലേഖയെ വെച്ച് നടത്താൻ പോവുകയാണ്. ശ്രീലേഖ ഒരു കൗൺസിലറായിട്ട് മത്സരിച്ചപ്പോൾ തന്നെ പലരും പറഞ്ഞതാണ്, വെറും കൗൺസിലറായിട്ടിരിക്കാൻ ഉള്ള ഒരാളല്ലല്ലോ ശ്രീലേഖ. ഒരു കൗൺസിലറായിട്ടിരിക്കാൻ IPS ഉദ്യോഗസ്ഥയായിട്ടിരുന്ന റിട്ടയർ ചെയ്ത ഒരു ഓഫീസർ ഇവിടെ ഒരു കൗൺസിലിൽ പോയിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അവരെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ തന്നെ ആ സ്ഥാനാർത്ഥിയാക്കിയതാരാണോ അവരുടെ പിന്നെ അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യമെന്ന് പറയുന്നത് അവരെ മേയറാക്കുക, ഭരണം കിട്ടുകയാണെങ്കിൽ അവരെ മേയറാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അതിലേക്കാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, ശ്രീലേഖ വന്നാൽ ഇപ്പം VV രാജേഷിൻ്റെയൊക്കെ പേര് നമ്മൾ കേട്ടിരുന്നു, MR ഗോപൻ്റെയൊക്കെ പേര് കേട്ടിരുന്നു. അവർ RSS ഒക്കെ തന്നെ അവരെ പിന്താങ്ങിക്കൊണ്ടുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷേ കേന്ദ്ര നേതൃത്വത്തിൻ്റെ അനുമതി, പ്രത്യേകിച്ചും സംസ്ഥാന നേതൃത്വം രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു പ്രധാനപ്പെട്ട ചോയ്സായിരുന്നു ആർ ശ്രീലേഖ. രാജീവ് ചന്ദ്രശേഖരൻ്റെ ആ ചോയ്സിൻ്റെ പിന്നിൽ ശക്തമായ ഒരു പിൻബലം കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്കും കൂടുതൽ താല്പര്യം ശ്രീലേഖയോടാണ്. എന്തുകൊണ്ടെന്നാൽ തിരുവനന്തപുരത്ത് ഇപ്പം 50 സീറ്റുമായി സ്വതന്ത്രൻ്റെ പിന്തുണയോടുകൂടി ഭരണത്തിലേറാൻ പോകുന്ന BJPയെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. വികസനം മാത്രമല്ല, കഴിഞ്ഞ 45 വർഷത്തെ, അതിൽ ഏറ്റവും ഒടുവിലത്തെ 5 വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭരണം അല്ലെങ്കിൽ 5-10 വർഷത്തെ ഭരണം സംബന്ധിച്ച ഒരു അന്വേഷണമൊക്കെ തന്നെ വരികയാണെങ്കിൽ തന്നെ ആ അന്വേഷണം ഔദ്യോഗികമായി നടക്കണമെങ്കിൽ അതിൻ്റെ തലപ്പത്ത് നടപടിക്രമങ്ങൾ അറിയാവുന്ന നല്ലൊരു ഓഫീസർ അല്ലെങ്കിൽ എല്ലാ നൂലാമാലകളും അറിയാവുന്ന സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ, IAS ആയാലും IPS ആയാലും അവർക്ക് ഈ കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ വ്യക്തമായി, അവരെ ആരെയും പറ്റിക്കാൻ പറ്റില്ല. അവർക്കിതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം. ഭരണയന്ത്രത്തിൻ്റെ എല്ലാ ഇതും അവർ പ്രവർത്തിച്ച് പരിചയമുള്ളവരാണ്. അപ്പോൾ ആ നിലയ്ക്ക് അങ്ങനെ ഒരു അന്വേഷണം വരികയാണെങ്കിൽ ആ അന്വേഷണത്തിൻ്റെ ഫയലുകൾ പരിശോധിക്കുകയും ആ ഫയലുകൾ മനസ്സിലാക്കുകയും ആരും പറ്റിക്കപ്പെടാതിരിക്കുകയും ചെയ്യുക എന്നുള്ള, അത് സാധാരണ മറ്റ് ഒരു നേതാവ് വന്നു കഴിഞ്ഞാൽ അത് പറ്റില്ല. അതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, അവർ വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഇനി അവർ ചെയ്യാൻ പോകുന്ന വലിയ പദ്ധതി ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ജനുവരി മധ്യത്തോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തിരുവനന്തപുരത്ത് വരികയും വലിയ ചില പ്രഖ്യാപനങ്ങൾ, നഗര വികസനവുമായി ബന്ധപ്പെട്ട വലിയ അവർ നേരത്തെ തന്നെ പ്രകടന പത്രികയിൽ അവർ ആമയഞ്ചാൻ തോട്ടിനെ ഗംഗ പോലെ തന്നെ ശുദ്ധീകരിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. നമ്മളത് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ നൽകാൻ പോകുന്ന വികസനത്തിൻ്റെ ഒരുപാട് രൂപരേഖകൾ, ആ രൂപരേഖകളൊക്കെ സാധാരണഗതിയിൽ ഒരു നേതാവിന് മനസ്സിലാകുന്നതിനേക്കാൾ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരാളാണ് ഈ ഉന്നത ഉദ്യോഗസ്ഥയായിരുന്ന ആർ ശ്രീലേഖ. അതുകൊണ്ട് തന്നെ ശ്രീലേഖയെ അതിനകത്ത് മേയറാക്കുന്നത് മറ്റുള്ളവരെ ആര് മേയറാക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു പ്രതിരോധത്തിനും കൂടി, അല്ലെങ്കിൽ ഒരുപാട് അന്വേഷണങ്ങൾക്ക്, അല്ലെങ്കിൽ വികസനത്തിന് വേണ്ടി തയ്യാറാക്കുന്ന രൂപരേഖകളെ പരിശോധിക്കുകയും സൂക്ഷ്മമായി പരിശോധിക്കുകയും അതിന് എങ്ങനെ നടപ്പാക്കണമെന്നുള്ളതിനെക്കുറിച്ച് ലൂപ്പ് ഹോൾ ഇല്ലാതെ തന്നെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരാളാണ് ശ്രീലേഖ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ശ്രീലേഖയ്ക്ക് ഒരു പ്രാധാന്യം, മുൻതൂക്കം കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും കൊടുക്കുന്നതിന് പിന്നിൽ ചില വിശാല ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കണം.